അവിടെ എനിക്ക് ഗ്യാസ് ഏജൻസിന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നേക്കണം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ക്ലിക്ക് ചെയ്ത് തന്നിട്ട് ചെയ്തിട്ടില്ല. കുഴപ്പമാണോ? ചെയ്യണ്ട, കുഴപ്പമാണ്. LPG ഗ്യാസ് ബുക്കിങ്ങിന്റെ പേരിൽ പുതിയൊരു തട്ടിപ്പ് നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ? രണ്ട് രീതിയിലാണ് ഈ സ്കാം നടക്കുന്നത്. ഗ്യാസ് ഏജൻസിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അതിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. OTP എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട താമസം അക്കൗണ്ട് തന്നെ കാലിയാകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ സബ്സിഡി ക്യാൻസൽ ആയി പോകുമെന്നൊക്കെ പറഞ്ഞായിരിക്കും മെസ്സേജ് വരിക. അടുത്തതായി കണ്ടുവരുന്ന തട്ടിപ്പ് ഇങ്ങനെയാണ്. ഗ്യാസ് ഏജൻസിയുടെ ലോഗോ DP ആക്കി വെച്ച് മെസ്സേജ് വരും. താഴെ APK ഫോർമാറ്റിലുള്ള ഒരു ഫയലും കാണും. അത് ക്ലിക്ക് ചെയ്യേണ്ട താമസം തട്ടിപ്പുകാർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. പിന്നെ ഫോണിൽ എന്തൊക്കെ ചെയ്താലും തട്ടിപ്പുകാർക്ക് ലൈവായി അതൊക്കെ കാണാനുമാകും. ഗ്യാസ് ഏജൻസി എന്നല്ല ഒരു അതോറിറ്റിയും വാട്സാപ്പിലൂടെ നമുക്ക് ലിങ്കോ APK ഫയലോ അയച്ചു തരില്ല. വാട്സാപ്പ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമാണ്. ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ആധികാരികത ഉറപ്പുവരുത്തുക. ഔദ്യോഗിക ആപ്പുകളും വെബ്സൈറ്റുകളും മാത്രം ഉപയോഗിക്കുക. ഇനി ഇത്തരത്തിലുള്ള ലിങ്കുകൾ ലഭിച്ചാൽ വാട്സാപ്പിൽ തന്നെ സ്പാമായി റിപ്പോർട്ട് ചെയ്യുക. sanjarsathi.gov.in പരാതി നൽകുക. തട്ടിപ്പിന് ഇരയായാൽ 1930 വിളിച്ച് പരാതി നൽകുക.